കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹാവനം. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണുവാൻ, ദൈവത്തിന്റെ വചനം ഒരുമിച്ച് ധ്യാനിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. കഴിഞ്ഞ 101 എപ്പിസോഡുകളായിട്ട് നാം തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിന്റെ 102ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ ബഹുമാനമുള്ള പേരകത്ത് ചെറിയാൻ സ്കറിയ സാർ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം ഈ എപ്പിസോഡിൽ കൂടെ നമ്മോട് ദൈവത്തിന് വചനം സംസാരിക്കും. നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നാം എല്ലാവരും കർത്താവിന്റെ രണ്ടാം വരവിനായിട്ട് കാത്തിരിക്കുന്നു. എന്നാൽ ഈ ദൈവത്തെ എതിരേൽക്കാൻ നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചിന്തിച്ചു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. ഇന്നത്തെ എപ്പിസോഡിലും നമുക്ക് ചില കാര്യങ്ങൾ കൂടെ നമ്മൾ എങ്ങനെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങണം എന്നതിനെ സംബന്ധിച്ച് പ്രിയ സാറുമായിട്ട് ഒരുമിച്ച് നമുക്ക് പഠിക്കാം. പ്രിയ സാറിന്റെ അതിനായിട്ട് ഞാൻ സ്വാഗതം. താങ്ക് യു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആരംഭിച്ചത് എപ്രകാരം ഒരുങ്ങണം എന്നുള്ള കാര്യം. എപ്രകാരം ഒരുങ്ങണം, അതിന് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത് എബ്രായർക്ക് എഴുതിയ ലേഖനം 12:14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കാം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്നുള്ള കാര്യം നമ്മൾ പല കാര്യങ്ങളും. അതിന്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയ എന്താണെന്നറിയോ? മനുഷ്യനെ ദൈവം സ്വരൂപത്തിൽ സൃഷ്ടിച്ചു, അത് നഷ്ടപ്പെട്ടു പോയി. കർത്താവായ യേശുക്രിസ്തു ഇവിടെ വന്ന് മരിച്ചത് നഷ്ടപ്പെട്ടു പോയ സ്വരൂപം നമ്മൾ വീണ്ടും സ്ഥാപിക്കാനാണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് മനസ്സിലാക്കി, അല്ലേ? അതിനകത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കി. എന്നാന്നറിയാമോ? റോമർക്ക് എഴുതിയ ലേഖനം 7:12 സാറ് വായിച്ചത് ഓർക്കുന്നുണ്ടോ? എന്തുവാണെന്ന്? കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. ഇത് കൂടാതെ ഒരു വിശുദ്ധ ജീവിതം അസാധ്യം. എന്നാൽ ഇന്ന് പല സഭകളെയും നോക്കുന്ന നിലയില് എന്താണ് ഉപേക്ഷിച്ച് കളഞ്ഞ് ജീവിക്കുന്നു. അതുകൊണ്ട് അതിഭയങ്കരമായ ഒരു ന്യായവിധിയും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നു കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. ഇനി നമുക്ക് തുടർച്ചയായിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22, 23, 24 വാക്യങ്ങൾ വായിക്കും. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യരെ ഉപേക്ഷിച്ച് നിങ്ങൾ. അപ്പൊ ഒരു കാര്യം നമ്മൾ നേരത്തെ വായിച്ചത് വീണ്ടും വായിച്ചു. മോഹം അത് വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കൺമോഹം, ജഡമോഹം. അതല്ലേ 1 യോഹന്നാൻ. ഇവിടെ ആര് പറയുന്നു? പൗലോസ് പറയുന്നു, സഭയോട് പറയുന്നു, അതല്ലേ? അതല്ലേ വായിച്ചോളൂ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ വിശുദ്ധിയിലും നീതിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളി. ഈ ധരിക്കാതെ ഇത് സ്വപ്നം കാണരുത്. കർത്താവായ യേശുക്രിസ്തു വരുന്നു, ഞാൻ പോകാം, കാത്തിരിക്കുകയാണ് എന്ന് പറയുന്ന എല്ലാ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അല്ലെ? എന്ന് പറയുന്നു എന്ന് പറഞ്ഞാല് ഈ പുതിയൊരു തുടക്കം വേണമെന്നില്ല, പഴയതിനെ ഉപേക്ഷിക്കണം. പഴയതിനെ ഉപേക്ഷിച്ച് കുഴിച്ചിടുന്നു എന്ന് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരണം. ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അതാണ് വിശുദ്ധ ജീവിതത്തിന്റെ തുടക്കം. അവിടാണ്, അല്ലേ? പഴയ സ്വഭാവം ഉള്ളതെല്ലാം നമുക്ക് പോകണം, കുഴിച്ചിട്ടോടെ കുഴിച്ചിടും, അല്ലേ? കള്ളം പറയുമായിരുന്ന നിലയില് അതെല്ലാം കളഞ്ഞു. ഞാൻ ചോദിക്കില്ലേ, കള്ളം പറയത്തില്ല എന്നൊരു തീരുമാനമെടുത്ത് ജീവിക്കുന്ന എത്ര ക്രിസ്ത്യാനികളുണ്ട് എനിക്കറിഞ്ഞു, അല്ലേ? അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ വീട്ടിലൊരാൾ വന്നു ഇരുന്നു, ഞങ്ങള് കുടിക്കാൻ കൊടുത്തു. അയാളിൽ നിന്ന് ഞാനും കൂടെ ഇരുന്ന് സംസാരിച്ചു കൊടുത്തിലായിട്ട് മുകളിലോട്ട് നോക്കി സീലിംഗ് കണ്ടു.
അവിടെ ഒരു ചെറിയ ഒരു സുഷിര കറയുണ്ട് അവിടെ. അപ്പൊ എന്നോട് ചോദിച്ചു, സാറേ വീട് ചോരുമോ? ഞാൻ പറഞ്ഞു, പോയില്ല, മഴ പെയ്യുമ്പോ മാത്രമേ ചോരത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിച്ചെന്നറിയാം. കള്ളം പറയുമ്പോ പോയില്ല, പിന്നെ അത്യാവശ്യം വരും മാത്രം. ഇതൊക്കെ എന്ത് ചെയ്യണം? അങ്ങ് ഉപേക്ഷിച്ച് കളയണം, അല്ലേ? നമ്മൾ എത്രമാത്രം കള്ളം പറയുന്നു അത്രത്തോളം നമുക്ക് ആ വെള്ളത്തിന്റെ അപ്പനാകുന്ന സാത്താന്റെ സ്വരൂപത്തോട് അനുരൂപരാകാണ്. കള്ളം പറയരുത് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ വിശുദ്ധ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കണം. ഈ കൽപ്പന അനുസരിച്ചല്ല മനുഷ്യൻ സ്വർഗത്തിൽ പോകുന്നത്. പുതു മനുഷ്യൻ ഇതനുസരിച്ചോണം. ഓക്കെ, ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കല് വേശ്യാവൃത്തിയിൽ പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടുപോകും എന്ന് പറയാം. യോഹന്നാൻ 4-ാമത്തെ, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നു. അപ്പൊ ഏത് മനുഷ്യനും കർത്താവിന്റെ അടുത്ത് ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണം അവിടെ വെച്ചിരിക്കുകയാണ്. കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇതിന്റെ ഭാവങ്ങളെല്ലാം ഞാൻ മോചിച്ച് പോകാം, ഇനിമേൽ പാപം ചെയ്യും. ഇനിമേൽ നീ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ജീവിക്കുന്ന ജീവിതമാണ് ഒരു വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കാൻ തക്കണം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലേ? അപ്പോഴ് നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? കർത്താവിന്റെ രക്തത്താൽ കഴി വെളിപ്പാകുന്നു. എന്നിട്ട് നമ്മളെ ഒന്നും ചുരുക്കം മാലിന്യം ഒന്നുമില്ലാത്തവരെ പോലെ എന്നിട്ട് കാണിട്ട് എന്ത് പറയുന്നു? മോനെ ഇങ്ങ് പോരെന്ന് പറയും, അല്ലേ? അങ്ങനെ അതിന്റെ അവസാന ഭാഗം ഒന്നുകൂടെ വായിക്കണം. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, പുതിയ മനുഷ്യൻ ധരിച്ചുകൊണ്ട്. പുതിയ മനുഷ്യൻ എങ്ങനെ ഇരിക്കും? ദൈവത്തെ പോലെ ഇരിക്കുന്നു. മനസ്സിലായി? പുതിയ മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തെ പോലെ, ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു. അങ്ങനെയുള്ളവര് ദൈവമുഖം കാണും. അപ്പൊ നമ്മൾ ചിന്തിച്ചു വരുന്ന ദൈവത്തെ എങ്ങനെ ഒരുങ്ങണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നതിന്റെ കാര്യം. അപ്പം പലർക്ക് പല ഉറക്കമുണ്ടോ? ഉണ്ട്. ലോകത്തെ കാണുന്നുണ്ട്, പക്ഷെ ശരിയായ ഒരുക്കം ഒന്നേ ഉള്ളൂ. അതന്നെ ഞാൻ പറയാം. ശരിയായ ഒരുക്കം ഒന്നേ ഉള്ളൂ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:10 വായിക്കണം. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പരിജ്ഞാന പ്രകാരം എങ്ങനെ? സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? നമ്മളിപ്പം ഗാന്ധിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചാല് ഗാന്ധിയെ പോലെ ഇരിക്കണം. അതന്നെ പറയുന്നത്. അപ്പൊ അതിനാണ് പറയുന്നത് പ്രതിമ പ്രകാരം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. എന്നല്ലേ ഒരു സീലെടുത്ത് ഇങ്ങോട്ട് പേപ്പറിലോട്ട് കുത്തി കഴിയുമ്പോൾ ഇവിടെ ഇതെങ്ങനെ ഇരിക്കുന്നോ അത് തന്നെ അവിടെ ആയിരിക്കണം. അതുപോലെ ജീവിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നുകൂടെ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടിരിക്കണം. അവിടെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം എന്ത് പറയുന്നു? ശിശുവിനെ പോലെ മുമ്പിലത്തെ പ്രവൃത്തികളെല്ലാം നേരിടണം. കൊലോസ്യർക്ക് ലേഖനം, ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ, റോമർക്ക് ലേഖനം, അങ്ങനെ സകല മനുഷ്യർക്കും ലേഖനം എഴുതിയപ്പോൾ എന്ത് പറയുന്നു? വിശുദ്ധിയിൽ ജീവിക്കണം. അല്ലെന്തിലോ ദൈവത്തെ കാണുകയില്ല. ഇനി നമ്മളെ വിശുദ്ധിയിൽ ഒരു കാര്യം ദൈവം എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിന്റെ 34. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഓക്കെ, ചോദിക്കട്ടെ, ഇത് പുതിയ കൽപ്പനയാണോ? അല്ല. ഇത് പഴയ നിയമത്തിൽ ഇങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണെന്ന്, അല്ലേ? അവൻ ഇവിടെ പുതിയ നിയമം തന്നു. എന്താ പുതിയ നിയമം? നിങ്ങൾ നമ്മൾ തമ്മിൽ ശരിക്കും. എന്റെ സഹോദര, ഇത് പഴയ നിയമത്തിൽ കിടക്കുക. എവിടെ കിടക്കുന്നു? ലേവ്യ പുസ്തകത്തിൽ കിടക്കുന്നു, ആവർത്തന പുസ്തകത്തിൽ കിടക്കുന്നു. അത് ഇങ്ങോട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പുതിയ നിയമം എന്ന് ആരും പറയട്ടെ. ഇവിടെ പുതുമ എന്നാന്നറിയാമോ? തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇതിന്റെ പുതുമ എന്നാന്നറിയാമോ? വായിട്ടാലോട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അത് തന്നെ. അവിടെയാണ് ഇതിന്റെ പുതുമ കിടക്കുന്നത്. പഴയ നിയമക്കാർക്ക് എന്താണ് സ്നേഹിക്കണമെന്ന് അറിയാം. പുതിയ നിയമക്കാർക്ക് എന്താണ്? കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ
വന്ന് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഈ നിയമത്തിനൊരു പുതുമ വന്നു. അതൊരു പുതിയ നിയമമല്ല എന്ന് മനസ്സിലാക്കണം. അല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നമ്മൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാം? ഞാനായിരിക്കുന്നത് പോലെ നിങ്ങളുമായിരിക്കണം. അതേ ഉള്ളൂ. അല്ലെന്നൊരിടോ അല്ലെന്നൊരു സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന എന്റെ ദൈവജനമേ, ദൈവം നമ്മളെ സൃഷ്ടിച്ചു, എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയി. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. എന്തിനാണ്? നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ സ്വരൂപം നമ്മളിൽ പ്രാപിക്കാൻ. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ ജീവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 13-ാം അധ്യായത്തിലാണല്ലോ നിൽക്കുന്നത്. അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. കർത്താവ് ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം. ഇതേ ഉള്ളു ഇതിനകത്ത് കിടക്കുന്നേ. ഈ കാല് കഴുകുന്നുള്ള സ്വർഗത്തിൽ പോകുന്നില്ല. കാല് കഴുകുന്നതിന് അതിനുപരിയായിട്ടുള്ള ഒരു തത്വമുണ്ട്. അതായത് വെറുതെ കാല് പോയി കഴിക്കാൻ ആരെ സ്വർഗത്തിൽ പോകുന്നത്. ഞാൻ താഴ്മയുള്ളവനായി ഇവിടെ വന്ന് കാല് കഴുകിയതുപോലെ നിങ്ങളും എന്ന് പറഞ്ഞാൽ തന്നെ കർത്താവിനെ പോലെ അങ്ങനെ ജീവിച്ചാൽ ദൈവമുഖം കാണും. ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അതുതന്നെ യോഹന്നാന്റെ സുവിശേഷം 15-10 വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. അവിടെ എഴുതിയിരിക്കുന്ന താല്പര്യം എന്താണെന്നറിയാം? ഞാൻ എന്തായിരിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചു. നിങ്ങളും അതുപോലെ ആയിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന എന്ന് പറയാൻ ഒരു കൽപ്പനയും ഇല്ല. അത് നമ്മൾ കണ്ടു. അതെ. എന്നാണ്? പിതാവ് എന്നോട് സംസാരിച്ചതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നു. ഞാനല്ലാതെ സ്വയമായി ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചതുപോലെ നിങ്ങളും എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. പറയുന്നതിന് താല്പര്യമാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് തന്നെ നിങ്ങളും ആയിരിക്കണം. അതാണ് ഈ ഒരു വിശുദ്ധ ജീവിതം എന്ന് പറയുന്നതും ദൈവത്തിന്റെ വരവിനായിട്ട് ഒരുങ്ങുക എന്ന് പറയുന്നതും. അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 19-17 വായിക്കാം. അവർ യേശുവിനെ കൈയേറ്റു. അവിടുന്ന് താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന പേരുള്ള തലയോടിടമെന്ന സ്ഥലത്തേക്ക് പോയി. ക്രൂശ് വഹിച്ചു. ഇനി മത്തായിയുടെ സുവിശേഷം 16-24 വായിക്കും. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്തോ പിടികിട്ടി? ഭയങ്കര കാര്യം പിടികിട്ടി. കർത്താവായ യേശു ക്രൂശെടുത്തെങ്കിൽ നീയും നിന്റെ ക്രൂശ് ഞാനായിരിക്കുന്ന പോലെ നീയും ആയിരിക്കണം. ഒരു ക്രൂശ് കൊണ്ട് രക്ഷ ഒരു ക്രൂശ് കൊണ്ട് രക്ഷ പ്രാപിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു മനുഷ്യനെ നീ കേട്ടോ? ഒരു ക്രൂശ് കൊണ്ട് രക്ഷ സാധിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിയാൽ നീതീകരിക്കപ്പെടുന്നതല്ല, തെറ്റിദ്ധരിക്കില്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് വരട്ടെങ്കിൽ കർത്താവ് തന്നെ പറയാണ്, നീ നിന്റെ ക്രൂശ് എടുക്കണം, ഇങ്ങോട്ട് പോകണം. അല്ലേ? കർത്താവായ യേശു ക്രൂശ് എടുത്തു. അല്ലേ? ഇനി എന്താണ്? മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. യേശുവിനെ ക്രൂശിൽ തറച്ച ശേഷം യേശുവിനെ എന്ത് ചെയ്തു? ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ടു. അവിടുത്തെ വസ്ത്രം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു. നമ്മൾ വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ 2:20 വായിക്കാം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്നു. മനസ്സിലായോ? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തറച്ചു. നല്ല കാര്യം. രക്ഷ സാധ്യമാക്കി തന്നു. അല്ലേ? എന്നിട്ട് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുപോലെ ഞാനും ക്രൂശിക്കപ്പെടണം. ഞാൻ എന്തായിരിക്കുന്നുവോ അതുതന്നെ നിങ്ങളുമായിരിക്കണം. അല്ലെങ്കിലോ ദൈവമുഖം കാണത്തില്ല. ഇവിടെ നിർത്താൻ വാസ്തവത്തില്ല. ഇവിടെ നിർത്താൻ വാസ്തവത്തില്ല. നമ്മള് എന്തോ തെറ്റിദ്ധാരണയൊക്കെ നമ്മുടെ ഉള്ളിൽ കയറി വെച്ചിരിക്കുക. അല്ലേ? ധരിച്ചിരിക്കുകയാണ്. എന്നാണ്?
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചോളൂ. അത് മതി. അത് മതിയെങ്കിൽ ഒരു പേപ്പറില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും, ഒരു പീസ് ഓഫ് പേപ്പർ തന്നാൽ മതി. ഈ മുഴുവന്റെ ആവശ്യം വല്ലോണോ? അതിനർത്ഥം എന്തോ? അതും അതിനോട് കൂടെ ഇതും വേണം. എല്ലാ കാര്യങ്ങളുടെ കൂടി ചേർക്കുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്. 1 പത്രോസ് 1:15-16 വായിക്കാം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിപ്പീൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ സംസാരിക്കുന്നത് ഇവിടെ എന്താണ്? ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകും. നമ്മൾ പറയില്ല, നമുക്ക് സാധിക്കത്തില്ലെന്ന്. ദൈവം പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളും ആയിരിക്കണം. അല്ലേ? ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. വിശുദ്ധി ദൈവം ചെയ്തോളൂ. നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സർവപാപവും പോക്കി ശുദ്ധീകരിക്കും. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്? പോകാ ഇനിമേൽ നന്നായിരിക്കുന്നു, ഇല്ലയോ? എത്ര നന്നായിരിക്കുന്നു അല്ലേ? യോഹന്നാൻ 6:5. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. അപ്പം എന്താണ്? യേശു ഈ ജനത്തെ എല്ലാം കണ്ട് അവർ വിശന്നിരിക്കും. യേശുവിന് എന്തോ തോന്നി? അവരോട് മനസ്സലിവ് തോന്നി. ഫിലിപ്പോസേ, എവിടുന്നാ ഇവർക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നത്? കർത്താവേ, 200 ദീനാരിക്ക് അപ്പം വാങ്ങിച്ചാലും ഈ ജനത്തിന് എന്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ലേ? അപ്പൊ എന്തുണ്ടായി? കർത്താവായ യേശു ക്രിസ്തുവിന് ആഹാരമില്ലാതെ വിശക്കുന്നതിനെ കണ്ടപ്പോൾ മനസ്സലിവുണ്ടായി. അല്ലേ? മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം വായിക്കും. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. നിങ്ങൾ വിശന്നിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നു. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവിടുത്തോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ അങ്ങയെ വിശക്കുന്നവനായി കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ അങ്ങയെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? അങ്ങയെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ട് ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തരം നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നറിഞ്ഞു ചെയ്യും. എന്നിട്ട് നമ്മൾക്ക് 41-ഉം 42-ഉം കൂടെ അതിന്റെ കൂട്ടി വായിക്കും. പിന്നെ അവിടുന്ന് ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. അവിടെ നിൽക്കട്ടെ, അല്ലേ? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ഞാൻ ആയിരിക്കുന്ന പോലെ നിങ്ങൾ ആയിരിക്കുന്നില്ല. മനസ്സിലാക്കിക്കോണം. എന്താണ്? വിശുദ്ധി കൂടാതെ ഒരു മനുഷ്യനും ദൈവമുഖം കാണുകയില്ല. അതിന്റെ വിവരണമായിട്ട് നമ്മൾ വായിച്ചുകൊണ്ട് വരുമ്പോൾ കാണുന്ന കാര്യമാണ്. എനിക്ക് വിശന്നു, നിങ്ങള് ഒന്നും തന്നില്ല. അപ്പൊ ഒരു കഷ്ണം അപ്പം കൊടുക്കാത്തോണ്ടാണോ? അല്ല. ഒരു കഷ്ണം അപ്പം ആർക്കും കൊടുത്തിരുന്നെങ്കിൽ നീ സ്വർഗത്തിൽ പോവായിരുന്നോ? അതില്ല. പിന്നെ ഇവിടെ പറയുന്നൊരു താല്പര്യം ഒന്നാണ്, ഞാൻ ആയിരിക്കുന്നത് പോലെ നീ അല്ലാത്തത് കൊണ്ട്. അല്ലേ? ന്യായവിധി ഒരു വിധത്തിൽ പറഞ്ഞാൽ ന്യായവിധി കഴിഞ്ഞു എന്ന് പറയാം. എന്നാൽ നടപ്പാക്കിയിട്ടില്ല. അല്ലേ? ന്യായവിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, എന്നാൽ നടപ്പാക്കിയിട്ടില്ല. ഈ നടപ്പാക്കുന്നതിന് മുൻപേ നിനക്ക് മാനസാന്തരപ്പെടാൻ അവസരം ദൈവം തന്നിരിക്കുന്നു. അല്ലേ? അതന്നെ. നാം ആരെ പോലെ ആയിരിക്കണം? യേശുവിനെ പോലെ ആയിരിക്കണം. അതിനായിട്ട് ജീവിതം സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം.
ഇതൊരു മനുഷ്യൻ തന്റെ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ തന്നോട് തന്നെ തന്റെ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. എന്നെ സ്വരൂപത്തിൽ, മനുഷ്യജാതിയെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. സ്വരൂപം നഷ്ടപ്പെട്ടു പോയി. അത് തിരികെ പ്രാപിക്കാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. എന്തിനാ വന്നത്? നഷ്ടപ്പെട്ടു പോയ സ്വരൂപം വീണ്ടും മനുഷ്യനിൽ സ്ഥാപിക്കുക. ഇവിടെ ജാതി, മത, സഭ വ്യത്യാസമന്നേ ഉള്ള ഒരു കാര്യമാണ്. ഞാൻ തോന്നുന്നു പറയുന്ന ഒരു പ്രാവശ്യം കൂടെ, നീ മർദ്ദമ്മക്കാരനായിരുന്നു, പക്ഷെ നീ ക്രിസ്തുവിനെ പോലെ ആണോ? നീ ബന്ധുക്കോസുകാരനാണോ? ശരി, നന്നായിരുന്നു. നീ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. നീ എന്ത് കാരണമായാലും ശരി, നീ ക്രിസ്തുവിനെ പോലെ ആകണം. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയം എന്തുവാ? നിന്റെ ദൈവത്തെ നിലനിൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇങ്ങനെ ഒരുങ്ങുന്നത് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് മാത്രമല്ല, എങ്ങനെ ഒരുങ്ങണമെന്നും ഈ തിരുവചനം നമ്മളോട് പറയുന്നു. അതുകൊണ്ട് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രഭാവം, ഇങ്ങനെയുള്ളതെല്ലാം തന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കും. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് നമ്മുടെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള തിരുവചന സത്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുന്നു എന്ന് അവകാശപ്പെടുന്ന നാം സത്യത്തിൽ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുന്നുണ്ടോ? നാം കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാത്ത ഒരു വ്യക്തിയും കർത്താവിന്റെ മുഖം കാണത്തില്ലെന്ന് വചനം പറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഈ നല്ല പ്രഭാതത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കാം. കർത്താവേ, എന്നെ ഇതാ അവിടുത്തെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകൾ ഞാൻ പാപത്തിൽ ജീവിച്ചു. എന്നാൽ ഇന്ന് ഞാൻ കേട്ടതുപോലെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് എന്റെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് വിശുദ്ധിയിലും നീതിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യനെ അവന്റെ ജഡീക പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കേട്ടല്ലോ, ന്യായപ്രമാണം വിശുദ്ധം. വിശുദ്ധനായ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധിയുള്ള പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് കർത്താവിന്റെ വരവനായിട്ട് ഒരുങ്ങാം. അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമ്മളെ വിടുവിപ്പാൻ സർവശക്തനാണ്. പക്ഷെ നമുക്കൊരു സമർപ്പണം ഉണ്ടാകണം. നമ്മള് കളിപ്പീര് പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അത് ഉയരത്തിലോട്ട് പോകത്തില്ല. നാം നല്ല സമർപ്പണത്തോടെ കർത്താവേ, എന്നെ ഇതാ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതിനായിട്ട് സമർപ്പിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവ്, ഇന്ന് കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. അടിയങ്ങളുടെ കർത്താവിനെ എതിരേൽക്കുവാൻ എങ്ങനെ ഒരുങ്ങണമെന്നുള്ള വലിയ സത്യം അടികളെ മനസ്സിലാക്കിച്ചതോർത്ത് സ്തോത്രം. അടികൾ ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ അവിടുത്തെ കാണാൻ സാധ്യമല്ല എന്ന് ഓർപ്പിച്ചതിനായിട്ട് സ്തോത്രം. അടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റം, സമൂലമായ ഒരു പരിവർത്തനം, അവയെ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാനുള്ള ശക്തമായ തീരുമാനം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണം. വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് വചന ശുശ്രൂഷിച്ച ദാസനായിട്ട് സ്തോത്രം. കർത്താവെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ. ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവരെല്ലാവരും നല്ല തീരുമാനത്തോടെ കർത്താവിനായിട്ട് ഒരുങ്ങുവാൻ സഹായിക്കണമേ. കർത്താവെ, പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. രോഗത്തിന്റെ അവസ്ഥയിലായാലും, കഷ്ടതയിലായാലും, കണ്ണുനീരിലായാലും, ജീവിതത്തിന്റെ ഏത് ആകുലതകളിലായാലും, ആമേൻ, പ്രതികൂലങ്ങളിലായിരിക്കുന്ന മക്കളോട് കണ്ണ് കാണിക്കണേ പച്ച. അവിടുന്ന് കരുണയുള്ള ദൈവമാണല്ലോ. അവിടുത്തെ ബലമുള്ള കരങ്ങൾ അവരെ വഹിച്ച പരിപാലിക്കണം. എല്ലാ അനുഗ്രഹത്താലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയിക്കുന്ന ചാനലിലുള്ള സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. നമുക്ക് ദൈവത്തിന്റെ വചനം ശരിയായി പഠിച്ച്
തിരുവചന സത്യങ്ങളെ ഗ്രഹിച്ച് അതിനനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് നമ്മുടെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുവാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സംശയങ്ങൾക്ക് മറുപടി തരുവാനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.